ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ശ്രേഷ്ഠരായ റമ്പാച്ചന്മാരെ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് കാണുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുവാനും മഹാപരിശുദ്ധനായ പരിമളത്തിനുവേണ്ടി മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ സുഹൃതങ്ങളെ, ദൈവം ചൊരിഞ്ഞു തരുന്ന നന്മകളെ ആസ്വദിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തിനായി നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദിവസങ്ങളുടെ പ്രത്യേകതയും പ്രാധാന്യവും നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഈ ദിവസത്തിൻ്റെ ആദ്യ പ്രാധാന്യം എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ പീഡാനുഭവത്തെ സ്മരിക്കുന്നു, ധ്യാനിക്കുന്നു. ഒപ്പം ഈ ദിവസത്തിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ വാങ്ങിപ്പ് തിരുനാളിൻ്റെ സമാപ്തിയിലേക്ക് നാം കടന്നു വരികയാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദീപ്തമായ സ്മരണകളും പരിശുദ്ധ ദൈവമാതാവ് തലമുറകളിലൂടെ ജനിച്ച് ജീവിക്കുന്നതിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ്. ലോക ജനസംഖ്യയിൽ ഒരു ഭൂരിപക്ഷം ജനസമൂഹങ്ങളും മതവിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ ദൈവമാതാവ്. ദൈവമാതാവിനെ പറ്റി എല്ലാ മനുഷ്യനും പറയുവാൻ വ്യക്തമായ ചില കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവാം. പൗരസ്ത്യ സഭയിൽ ഏറ്റവും അധികം ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതും പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവമാതാവിന് പ്രത്യേകമായ സ്ഥാനവും സഭ നൽകുന്നു. അറിയാതെ പോലും നമ്മുടെ മനസ്സുകളും ദൈവമാതാവിന് പ്രത്യേകമായ സ്ഥാനം നൽകുകയാണ്. എന്തായിരുന്നു ദൈവമാതാവിൻ്റെ പ്രത്യേകതകൾ? ഓരോ പ്രത്യേകതകളും ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ കാണും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് ജനിക്കുവാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നവൻ എന്തുകൊണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കന്യകമറിയാമിനെ, പരിശുദ്ധ ദൈവമാതാവിനെ ക്രിസ്തുവിന് ജനിക്കുവാനായി തിരഞ്ഞെടുത്തു? എനിക്ക് തോന്നുന്നു പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ ജീവിതത്തിന്റെ ഏടുകൾ ഒന്ന് പരിശോധിച്ചാൽ അമ്മയുടെ ജീവിതം എപ്പോഴും ദേവാലയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അറിവിന്റെ പ്രായം, ബുദ്ധി ഉറയ്ക്കുന്ന സമയം, ജീവിതത്തിൽ മനസ്സ് പല വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഓടിപ്പോകേണ്ടുന്ന സമയങ്ങളിൽ ദൈവമാതാവിന്റെ ചിന്തയും മനസ്സും ശരീരത്തിന്റെ ബോധ്യവുമെല്ലാം എന്ന് പറഞ്ഞത് അത് ദേവാലയ ബന്ധത്തിൽ ദൈവത്തിൽ ആയിരുന്നു. ദേവാലയമായുള്ള ബന്ധത്തിൽ പൂർണ്ണമായി ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ലോകത്തിൽ മറ്റ് സ്ത്രീകളെക്കാൾ ഉപരി ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്റെ മുൻപിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മമാര് ഒന്ന് മനസ്സിലാക്കുക, ഈ ദൈവമാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണ്. ക്രിസ്തുവായുള്ള ജീവിത ബന്ധം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ തൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളേക്കാൾ അപ്പുറം ദൈവം ലോകത്തെ വിഭാവനം ചെയ്തപ്പോൾ, ദൈവം ലോകമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് തന്നെ ഈ കന്യകമറിയാമിനെ പറ്റിയുള്ള ഒരു ബോധ്യവും ദൈവത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാവാം ഈ കാലങ്ങളുടെ, യുഗങ്ങളുടെ ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോൾ ഈ സ്ത്രീയിൽ നിന്ന്, ഒരു പെൺകുട്ടിയിൽ നിന്ന് ദൈവം ജാതനാകാൻ തിരുമനസ്സാവുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട അപ്പന്മാരെ, നിങ്ങൾക്കും ആഗ്രഹമില്ലേ
നിങ്ങളുടെ മകൻ ക്രിസ്തുവാകണമെന്ന്? നിങ്ങൾക്കും ആഗ്രഹമില്ലേ നിങ്ങളുടെ മക്കൾ ക്രിസ്തു യേശുമിശിഹായാകണമെന്ന്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന്റെ പ്രതിധ്വനിയുടെ ഭാഗമാണ് നാം എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് ഈ പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കുകയും ഇന്ന് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, എന്റെ മകൻ, എന്റെ മകൾ ക്രിസ്തുവായി തീരണം, എന്റെ തലമുറ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരണം, എന്റെ ഭാവി ക്രിസ്തു ബോധത്തിൽ ആയിരിക്കണം, എന്റെ ചുറ്റുപാടുകൾ ദൈവബന്ധത്തിൽ ആയിരിക്കണം, എന്റെ സാഹചര്യങ്ങൾ ക്രിസ്തുവുമായുള്ള സമരസപ്പെട്ടു പോകുന്ന ജീവിതങ്ങളാവട്ടെ. അങ്ങനെയുള്ള നല്ല ഒരു ബോധ്യം നമ്മുടെ ജീവിതങ്ങൾക്കുണ്ടാകുവാൻ ഈ പരിശുദ്ധമായ നോമ്പ്, പരിശുദ്ധ ദൈവമാതാവിന്റെ നോമ്പ് ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. മൺകൂടാരം ദൈവത്തെ വഹിച്ചു. മൺകൂടാരം ദൈവത്തെ വഹിച്ചു എന്നാണ് ചിന്തകനായ ഒരു മനുഷ്യൻ കന്യകമറിയാമിനെ പറ്റി പറയുന്നത്. മൺകൂടാരം ദൈവത്തെ വഹിക്കുന്നു. കന്യകമറിയാമിനെ പറ്റി പറയുന്നത് അതൊരു മൺകൂടാരമാണ്. എന്റെ നിങ്ങളുടെയും ശരീരം എന്ന് പറഞ്ഞത് ഇത് കേവലം മൺകൂടാരമാണ്. പക്ഷേ ഈ മൺകൂടാരം ദൈവത്തെ വഹിക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് പരിശുദ്ധയായ ദൈവമാതാവ്. അതുകൊണ്ട് രണ്ടാമത് അമ്മയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഉള്ള ബോധ്യമാവട്ടെ, ഞാനും നിങ്ങളുമാകുന്ന ഈ മൺകൂടാരത്തിൽ കന്യകമറിയാമിൽ ക്രിസ്തു ജനിച്ചു, ഉരുവായി ജനിച്ചുവെങ്കിൽ എന്നിലും നിങ്ങളിലും ക്രിസ്തുവിന് ജനിക്കുവാനും ഉരുവാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവും ഈ പരിശുദ്ധമായ നോമ്പിൽ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ആശംസിക്കുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധ ദൈവമാതാവിന്റെ നോമ്പുകൾ ഈ ദിവസങ്ങളിലൂടെ നാം പ്രയാണം ചെയ്യുമ്പോൾ ഇനി കേവലം 2 ദിവസങ്ങൾ കൂടെ മാത്രം അവശേഷിക്കുകയാണ് ഈ നോമ്പ് പരിസമാപ്തിയിലെത്തുവാൻ. ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്റെ ജീവിതം, എന്റെ വിശ്വാസം, എന്റെ സാക്ഷ്യം, എന്റെ ബോധ്യം, എന്റെ ചിന്ത, എന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ, ഏത് നിലവാരത്തിലായിരിക്കുന്നു എന്നുള്ള ബോധ്യതയോടെ ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ ദൈവം എല്ലാ സഹായങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ആമുഖമായി ആശംസിക്കുന്നു. ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആശങ്കകൾ മനസ്സിലുണ്ട്. ഒരുപാട് പ്രസംഗങ്ങൾ വരുന്നതുകൊണ്ട് ഏതാണ് പ്രസംഗിക്കുന്നത് എന്നുള്ള ആശങ്കയും മനസ്സിലിട്ടുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഈ സമയം നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മൂത്തവനെ ഭർസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. എന്നോട് ആവർത്തിക്കുന്നു, മൂത്തവനെ ഭർസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. അവസാനം 6-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. കർത്താവിൽ സ്നേഹിതരെ, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്നുള്ളത്, എന്തിനാണ് ഇന്ന് ഈ വാക്യം ഇവിടെ പ്രസംഗിക്കുന്നത്? ഈ വാക്യത്തിന് എന്താണ് സാങ്കത്യമെന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സുകൾ കൊണ്ട് ചിന്തിച്ചേക്കാം. ഈ വാക്യവും എന്റെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കാം. ഭാഗ്യസ്മരണാർഹനായ അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വേദപുസ്തകത്തിന്റെ ഓരോ വാക്യങ്ങളും ഓരോ അക്ഷരങ്ങളും ജീവിതങ്ങളെ കടന്ന് പിടിക്കുന്നതാണ്. വ്യക്തിപരമായ ജീവിതങ്ങളോട് സംസാരിക്കുവാൻ തക്ക ത്രാണിയുള്ളതാണ്
ദൈവത്തിന്റെ വചനമെന്ന് വളരെ വ്യക്തതയോടുകൂടെ അഭിമന്യ തിരുമനസ്സുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷേ എന്റെ വചനങ്ങൾ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല, മാറിപ്പോവുകയില്ല. അങ്ങനെ തിരുവചനത്തിന്റെ വ്യക്തത നമുക്ക് നൽകുമ്പോൾ ഈ ചിന്തിക്കുന്ന വാക്യം എന്താണ് നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ളത്? 3-4 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മൂത്തവർ അപ്പനെ പോലെ സ്നേഹിക്കണം, അവരെ ഭർസിക്കരുത്. ഇളയവർ സഹോദരങ്ങളെ പോലെ ആവണം. പൂർണ്ണ സ്ത്രീകളെ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ സ്നേഹിക്കണം. ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ ചിന്തയൊന്നും നമുക്ക് കൊണ്ടുപോകാം. സമകാലീന ചുറ്റുപാടുകൾ ഞാനും നിങ്ങളും ഒന്ന് പഠിക്കണം. ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, ഒരുപാട് പ്രബോധനങ്ങളുണ്ട്, ആത്മീകമായ ഒരുപാട് ജീവിത ശീലങ്ങളും ജീവിത ചുറ്റുപാടുകളും എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കെ തന്നെ ഈ ആധുനിക സമൂഹത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ എന്റെ നിങ്ങളുടെയും കണ്ണോടിച്ചാൽ ഈ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആകുലത എനിക്കും നിങ്ങൾക്കും ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കുക, ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വസ്ഥനാണോ? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ സാഹചര്യങ്ങളിൽ ഞാൻ പൂർണ്ണമായി സ്വസ്ഥനാണോ എന്ന് സമ്മതിക്കുവാൻ ത്രാണിയുള്ള ഒരാള് പോലും ഇന്നത്തെ ചുറ്റുപാടിൽ കാണുകയില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളിൽ കാണുകയില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഒരു വൈദികനായിരിക്കെ, ഒരു പുരോഹിതനായിരിക്കെ ഞാൻ എന്നിൽ തന്നെ വിശ്വസ്തനാകാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു അൽമായക്കാരനായിരിക്കെ, ഒരു സാധാരണ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരാളായിരിക്കെ ഞാൻ എന്നിൽ തന്നെ സ്വസ്ഥനായിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു സാമൂഹിക ജീവിയായിരിക്കെ, സമൂഹത്തിന്റെ പ്രതിബദ്ധതകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സാമൂഹികമായ ചുറ്റുപാടുകൾ എടുത്താൽ ഒരു സമൂഹവും അതിൽ സ്വസ്ഥനായിട്ട് ഇരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് അതെപ്പോഴും അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും അവനെ പോലെ സ്വസ്ഥനാകുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നിന്റെ പരാജയം എന്ന് പറഞ്ഞത്. 2 ആഴ്ച മുമ്പ് വന്ന മാതൃഭൂമി പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഡോക്ടർ അദ്ദേഹം എഴുതി വെക്കുകയാണ്, മനുഷ്യന്റെ രോഗം എന്താണെന്ന് ചോദിച്ചാൽ അവനിൽ തന്നെ സ്വസ്ഥതയില്ല. മനുഷ്യന്റെ രോഗം എന്താണെന്ന് ചോദിച്ചാൽ അവനിൽ തന്നെ സ്വസ്ഥതയില്ല എന്നുള്ളതാണ് ഈ ഡോക്ടറിന്റെ കാഴ്ചപ്പാട്. എന്നെ കേൾക്കുന്ന ഇസ്രായേൽ ഗ്രഹമേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വസ്ഥതയുണ്ടോ? സർവ മനുഷ്യനെയും ഗ്രസിക്കുന്ന ചില ഭയങ്ങളുണ്ട്. എല്ലാ മനുഷ്യനും ചില ഭയത്തിന് അടിമപ്പെട്ട് കഴിയുകയാ. ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ഭയം എന്ന് പറഞ്ഞത് ഒരു രോഗമാവാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ ഭയം എന്ന് പറഞ്ഞത് നിങ്ങളുടെ തലമുറയാവാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ ഭയം എന്ന് പറഞ്ഞത് നിങ്ങളുടെ നാളത്തെ സാമ്പത്തികമായ ഭദ്രതയാവാം. ഒരു മനുഷ്യനും ഒന്നിലും സ്വസ്ഥനല്ല. ഒരു മനുഷ്യനും ഒന്നിലും പൂർണ്ണനാകുന്നില്ല. ദൈവം കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ സ്വസ്ഥനായിരിക്കാനായിട്ടാണ്. അതാണ് ദൈവം ആദ്യം കാണിച്ചു തന്നതും. തമ്പുരാന്റെ വിഭാവനം ചെയ്ത സൃഷ്ടിയുടെ മാതൃക എന്ന് പറഞ്ഞത് മനുഷ്യൻ സ്വസ്ഥനായിരിക്കണം. പക്ഷേ മനുഷ്യൻ തന്നെ ചില അസ്വസ്ഥതകൾ നിർമ്മിച്ചു. മനുഷ്യൻ തന്നെ ചില പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ നിർമ്മിച്ചു. തമ്പുരാൻ സർവചരാചരങ്ങളെ നിർമ്മിച്ച് ഭൂമിയെയും പ്രപഞ്ചത്തെയും നിർമ്മിച്ച് തന്നെ പോലെ തന്നെ രൂപം മനുഷ്യനെ ഉണ്ടാക്കി ഏദൻ തോട്ടത്തിലാക്കി. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ അവനിൽ സ്വസ്ഥനായിരുന്നു. തിന്മ ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ അവനിൽ തന്നെ സ്വസ്ഥനായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതങ്ങളിൽ അവൻ സംതൃപ്തനായിരുന്നു പാപം ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ എപ്പോഴെല്ലാം അവൻ പാപത്തിന് വശംവദനാകുന്നു, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി അവൻ പ്രവർത്തിച്ചുവോ, എങ്ങനെ ദൈവത്തെ പോലാകാമെന്ന് ശ്രമിച്ചുവോ, അന്നവൻ
അസ്വസ്ഥനായി തീർന്നു. ആ അസ്വസ്ഥതയുടെ ചുവടുകൾ പിടിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നത്തെ ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, ഇന്നിന്റെ ഏറ്റവും വലിയ സങ്കുചിതമായ അവസ്ഥ എന്ന് പറഞ്ഞത്, ഇന്നിന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ മനസാക്ഷികളെ മരവിച്ച് കളയുന്നത് നമ്മുടെ ഭാവിയെ പറ്റിയുള്ള ചിന്തകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ഈ നിമിഷം എങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെ, ഞാനും നിങ്ങളും ഇന്ന് ചിന്തിക്കുന്നത് അടുത്ത നിമിഷം നാളെ എങ്ങനെയാവണം. പക്ഷേ വേദപുസ്തകത്തിന്റെ വ്യക്തത എന്ന് പറഞ്ഞത്, നീ ഈ സമയം പെർഫെക്റ്റ് ആയിരിക്കാൻ, വിശുദ്ധിയോട് ജീവിക്കുവാൻ നിനക്ക് കഴിയണം. ഈ നിമിഷത്തിന്റെ വിശുദ്ധിയാണ് അടുത്ത നിമിഷത്തിന് മാറ്റുകൂട്ടുന്നത്. അതുകൊണ്ട് സ്വസ്ഥതയുള്ള ജീവിതത്തിന് മാത്രമേ വിശുദ്ധി കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യമുണ്ടാവണം. ഈ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ്, പല കാര്യങ്ങളിൽ ആകുലപ്പെടുന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ മനുഷ്യന്റെ മനസാക്ഷിയെ നശിപ്പിക്കുന്ന ക്രൂരതകൾ അഴിഞ്ഞാടുന്നത്. ഞാൻ എന്നിൽ തന്നെ അസ്വസ്ഥനാകുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അസ്വസ്ഥമാകും. ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അസ്വസ്ഥമാകുമ്പോൾ ഈ സമൂഹത്തിന്റെ സന്തുലിതമായ അവസ്ഥ മാറ്റപ്പെട്ടിട്ട് സമൂഹം പാപത്തിലേക്ക് വശംവദനായി തീരുകയാണ്, പാപത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോവുകയാണ്. ഇതാണ് ഇന്നിൽ കാണുന്ന നേർക്കാഴ്ച എന്നുള്ളത്. കഴിഞ്ഞ 3-4 ദിവസത്തെ പത്രം നിങ്ങൾ ചുമ്മാതൊന്ന് വായിച്ചു നോക്ക്. ആരുടെയെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, ആരുടെയെങ്കിലും മനസ്സിന് സന്തോഷം പകരുന്ന ഏതെങ്കിലും ഒരു വാർത്ത ഉണ്ടായിരുന്നോ? എന്റെയും നിങ്ങളുടെയും ഭാവി ജീവിതങ്ങൾക്ക് സ്വസ്ഥത നൽകുന്ന, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ നിമിഷത്തിന് സ്വസ്ഥത പകരുന്ന എന്തെങ്കിലും സന്തോഷം തരുന്ന ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പത്രങ്ങളിൽ ഉണ്ടായിരുന്നോ? ഒരു വാർത്തയും ഇല്ലായിരുന്നു സന്തോഷം തരുന്ന വാർത്തകൾ. മറിച്ച് മനുഷ്യന്റെ ക്രൂരതകൾ അത് നല്ല ഭാഷയോടുകൂടെ, നല്ല സാഹിത്യ വർണ്ണനയിൽ വർണ്ണിച്ച് എനിക്ക് നിങ്ങൾക്കും തരികയാണ്. ഞാനൊരു നിരൂപക നിലയിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്, എന്തിനാണ് ഇത്രയും സുന്ദരമായ ഭാഷ, എന്തിനാണ് ഇത്രയും സാഹിത്യത്തിന്റെ അകമ്പടി? ഇത് വായിക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും അതിലേക്ക് തന്നെ ആയിത്തീരുകയാണ്. ഇത്രമാത്രം വർണ്ണനകളും ഇത്രമാത്രം വിശദീകരണങ്ങളും ക്രൂരമായ കൃത്യങ്ങൾക്ക് നൽകുമ്പോൾ ഇത് വായിക്കുന്ന മനുഷ്യനിൽ അങ്കുരിക്കുന്ന ചില ഭാവങ്ങളുണ്ട്. അത് മനഃശാസ്ത്രപരമായി ചിന്തിക്കുവാണെങ്കിൽ അതിലേക്ക് അവൻ താതാമ്യപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾക്ക് വിരൽ ചൂണ്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഈ വാക്യത്തിന് ഉള്ളൂ. ആ ചിന്ത മാത്രമേ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. മൂത്തവരെ കാണേണ്ടത് അപ്പനെ പോലെയാണ്. മൂത്തവനെ ഭർസിക്കാതെ അപ്പനെ പോലെ, ഇളയവരെ സഹോദരങ്ങളെ പോലെയും, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടും സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. മൂപ്പന്മാർക്കും സഭയുടെ പ്രധാനികൾക്കുമുള്ള ലേഖനമാണ് എങ്കിൽ പോലും ഈ വാക്യം നമ്മുടെ ജീവിതങ്ങളുമായി ഒന്ന് നമുക്ക് ബന്ധിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഞാനും നിങ്ങളും സമൂഹവുമായുള്ളൊരു ജീവിതമില്ല എങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. ഈ സമൂഹത്തിൽ ചില ബന്ധനങ്ങളുണ്ട്. ഈ ബന്ധനങ്ങളെയാണ് ഞാനും നിങ്ങളും പറയുന്നത് ബന്ധുത്വം എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ബന്ധമാണ്. നമ്മൾ പറയാറുണ്ട്, ഇതെന്റെ അപ്പന്റെ അനിയന്റെ മകനാണ്, ഇതെന്റെ അപ്പനാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ മകനാണ്. ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഒരു തരത്തിൽ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ബന്ധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ അച്ഛൻ പറയുന്നത് തെറ്റാണല്ലോ, എങ്ങനെയാണ് ബന്ധനങ്ങളാവുന്നത്? ബന്ധങ്ങൾ എങ്ങനെയാണ് ബന്ധനങ്ങളാവുന്നത് ചോദിച്ചാൽ, ബന്ധമെന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച്
ഞാനും നിങ്ങളും സ്വീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്നവരെയാണ് ബന്ധനം അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധങ്ങൾക്ക് വിള്ളൽ സൃഷ്ടിക്കുവാൻ ഞാനും നിങ്ങളും അതിനൊരു കാരണമായി തീർന്നാൽ, ഒരുപക്ഷെ നമ്മുടെ ബന്ധം കൊണ്ട് ആഗ്രഹിക്കുന്നത് ഈ ബന്ധത്തിൽ ഞാൻ കാരണം ഒരു വിള്ളൽ ഉണ്ടാവരുത് എന്നുള്ള ചിന്തയുണ്ടായാൽ അത് ബന്ധനമാണ്, അല്ലയോ? അപ്പനെ കാണെ മക്കൾ ആരെങ്കിലും ഭോഷത്വം പറയുമോ? പറയാൻ പറ്റുമോ? ഒരു കൂട്ടുകാരനോട് അവൻ ഭോഷത്വം പറയും. അവിടെ അവന് യാതൊരു മാനദണ്ഡങ്ങളുമില്ല. പക്ഷെ ഒരു അപ്പനെ കേക്കെ ഭോഷത്വം പറയാൻ ഒരു മകൻ മുതിരുകയില്ല. കാരണം എന്താ? അപ്പൻ എന്ന് പറയുന്നത് അവന്റെ നാവിനൊരു ബന്ധനമാണ്. കാരണം എന്റെ അപ്പൻ കേക്കെ എനിക്ക് പറയാൻ അത് പറ്റില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബന്ധങ്ങളെല്ലാം ചില ബന്ധനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ബന്ധനത്തിന്റെ അപ്പുറം ഈ ബന്ധനങ്ങൾ വിച്ഛേദിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിന്റെ ശൈലിയാണ് ഇന്നിൽ കണ്ടുവരുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മൂത്തവനെ നീ ആദരിക്കേണ്ടത്, മൂത്തവനെ ബഹുമാനിക്കേണ്ടത്, മൂത്തവനെ നീ ഭർഷിക്കരുത്, അവനെ നിന്റെ അപ്പനെ പോലെ സ്വീകരിക്കണം, നിന്റെ അപ്പനെ പോലെ സ്നേഹിക്കണം, നിന്റെ അപ്പനെ പോലെ നീ കരുതണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കും, എത്രയോ പ്രാവശ്യം എന്റെ വ്യക്തിപരമായ, എന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, എന്റെ സ്വാർത്ഥപരമായ സമീപനങ്ങൾക്ക് വേണ്ടി എത്രയോ നിഷേധാത്മകമായ നിലപാടുകൾ എന്നെക്കാളിലും മൂത്തവരോട് ഞാൻ പറഞ്ഞു. അപ്പന്റെ സ്ഥാനത്ത് ആദരിക്കപ്പെടേണ്ടുന്ന എത്രയോ മനുഷ്യരോട് എന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, എന്റെ വികാര പ്രകടനങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഇത് പാപത്തിനൊരു ബോധമുണ്ടാവണം. ഈ പാപത്തിനൊരു ബോധം ഈ ദിവസം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. രണ്ടാമത്, ഇളയ സ്ത്രീകളെ, ഇളയവരെ കരുതേണ്ടത് സഹോദരങ്ങളെ പോലെയാണ്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിന്നേക്കാൾ ഇളയവരെ നീ കാണേണ്ടത് സഹോദരങ്ങളെ പോലെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു പാപത്തിന്റെ ബോധമുണ്ടാവട്ടെ. എന്നേക്കാളിലും അറിവിലും അനുഭവത്തിലും വ്യക്തിപരമായി എത്രയോ പേരോട് ഞാനും നിങ്ങളും അപകർഷതാബോധത്തോടെ, അസൂയയോടെ, പകയോടെ, വിദ്വേഷത്തോടെ പെരുമാറി. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എത്രയോ പ്രാവശ്യം എന്നിലും ഇളയവരോട് ഞാൻ വളരെ മോശമായി പെരുമാറി. ഇതൊരു പാപത്തിന്റെ ബോധമായിട്ട് മനസ്സിൽ കിടക്കണം. മൂന്നാമത് പറയുന്നു, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കരുതണം. മൂത്തവരെ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കരുതണം. അവിടെയും നമുക്കൊരു പാപത്തിന്റെ ബോധമുണ്ടാവണം. എത്രയോ പ്രാവശ്യം സംസാരിക്കേണ്ടുന്ന ഇടങ്ങളിൽ മൂത്ത സ്ത്രീകളോട് അരുതാത്ത കാര്യങ്ങൾ ചോദിച്ചു. കേവലം മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഞാനും നിങ്ങളും പറയും, ഓ അത് കുഴപ്പമില്ല, അത് സാരമില്ല, എനിക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനിടയായപ്പോൾ ഒരു വീട്ടിലെ 2 മക്കൾ, മൂത്ത മകനെ വിവാഹം കഴിച്ചു, കുടുംബമായിട്ട് താമസിക്കുന്നു. വലിയ ജോലിയൊന്നും ഈ മൂത്ത മകനില്ല. രണ്ടാമത്തെ മകൾ, അവൾ വിദേശത്ത് ജോലിയാണ്. വളരെ നല്ല ജോലി ലഭ്യമായി, വീടും സ്ഥലവും ഒക്കെ വാങ്ങി, നല്ല വീടൊക്കെ വെച്ചു. അപ്പൻ പാവപ്പെട്ട ഒരു കർഷകനാണ്. പക്ഷേ 26 വയസ്സുള്ള ഈ പെൺകുട്ടിയോട് 23 വയസ്സായപ്പോ മുതൽ അമ്മ പറയുന്നു, അപ്പൻ പറയുന്നു, പള്ളിയിൽ അച്ഛൻ പറയുന്നു, ബന്ധുക്കൾ പറയുന്നു, നീ വിവാഹം കഴിക്കണം, നിനക്ക് വിവാഹപ്രായമായി, വിവാഹം കഴിക്കണം. 23 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഇവർ തള്ളി നീക്കി, വേണ്ട, ഇപ്പം വിവാഹം വേണ്ട, ഇപ്പം വിവാഹം വേണ്ട. അവസാനം ഈ പെൺകുട്ടി ഈ അടുത്ത സമയത്ത് ഒരു അക്രൈസ്തവനായ യുവാവിനെ വിവാഹം കഴിച്ചു. 2 വർഷം മുമ്പേ വിവാഹത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. രജിസ്റ്റർ മാറിയത് കഴിഞ്ഞിട്ട് പരസ്യമായിട്ട് 2 ആഴ്ച മുമ്പ് ഈ പെൺകുട്ടി മറ്റൊരു അക്രൈസ്തവനായ സഹോദരനെ വിവാഹം കഴിച്ചു. അപ്പോൾ
ഈ അപ്പൻ ഈ മകളോട് ചോദിച്ചു, മോളെ നീ എന്താണ് ഈ കാണിച്ചത്? ഈ അമ്മ മകളോട് ചോദിച്ചു, നീ എന്താണ് നിന്റെ ജീവിതം കൊണ്ട് ഇപ്പോൾ ഈ കാണിച്ചത്? അപ്പോൾ ഈ മകള് പറഞ്ഞ മറുപടിക്ക് ഞാനും സാക്ഷിയാ. ഈ മകള് പറഞ്ഞു, ഒന്നുമില്ലായിരുന്നല്ലോ, ഒന്നും തന്നിട്ടില്ലല്ലോ, കഷ്ടപ്പെട്ടാണല്ലോ ഞങ്ങൾ ജീവിച്ചത്, സുഖിപ്പിച്ചൊന്നും ഞങ്ങളെ ആരെയും ജീവിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് ചെലവിന് തരുന്നു, ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ മതി. ഒരു കർഷകനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആത്മതപനം, അദ്ദേഹത്തിന്റെ മാനസികമായ ബുദ്ധിമുട്ട് അദ്ദേഹം ചങ്കുപൊട്ടി പറയുകയാണ്, എന്റെ ദൈവമേ, സ്വന്തം മകൾക്ക് പോലും ഞങ്ങൾ അന്യരാണല്ലോ. സ്വന്തം മകൾക്ക് പോലും ഞങ്ങൾ അന്യരായി തീരുമ്പോൾ എങ്ങനെയാണ് മൂത്ത സ്ത്രീകളെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയുക? അമ്മമാരെ പോലെ സ്നേഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇളയ ഇളയവരെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാൻ കഴിയുക? മൂത്തവരെ അപ്പന്മാരെ പോലെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, വിരുദ്ധതയുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വൈവിധ്യങ്ങളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യന്റെ ജീനിന് പോലും മാറ്റമുണ്ട്. ഓരോ നിമിഷവും മനുഷ്യന്റെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുക. അടിക്കടിയുള്ള അവന്റെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് തിരുവചനങ്ങളിലൂടെ എന്റെ നിങ്ങളുടെ ബന്ധം എങ്ങനെയാകണമെന്ന് ആവർത്തിച്ച് ശക്തമായ ഭാഷയിൽ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഞാൻ സ്കൂളിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ബോർഡിങ്ങിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയും, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരാരെന്ന് പറഞ്ഞാൽ അത് നിങ്ങളാ. അവിടെ ക്രിസ്ത്യാനിയുണ്ട്, ഹൈന്ദവനുണ്ട്, അവിടെ മുസ്ലിമുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാരാരെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മക്കളെ, നിങ്ങൾ ഇത്രയും പേരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. തമാശക്ക് ഒരുത്തൻ ചോദിച്ചു, അതെന്താ ഫാദർ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നീ ചുറ്റുപാട് കണ്ണോടിച്ചേ. മതത്തിന്റെ പേരിൽ വിദ്വേഷം, വർഗത്തിന്റെ പേരിൽ വിദ്വേഷം, രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക മേഖല വിദ്വേഷം, എല്ലായിടത്തും വിദ്വേഷവും പകയും മാത്രമേ ഉള്ളൂ. ജന്മം കൊടുത്ത സ്വന്തം മക്കൾ അവര് പോലും 4 തട്ടിൽ നിൽക്കുന്നു. അപ്പനെയും അമ്മയും വേണ്ട, സഹോദരങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ അസ്ഥിരതയുടെ ഈ ലോകത്തിൽ, അസ്വസ്ഥതകളുടെ ലോകത്തിൽ നിങ്ങൾ സ്വസ്ഥന്മാരായിട്ട് ഇവിടെ കഴിയുമ്പോൾ നിങ്ങളെ ലോകത്തിലെ ഭാഗ്യവാന്മാർ. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കിടക്കുന്നത് ഒരു കൂരയുടെ കീഴിലാണ്. നിങ്ങളെല്ലാവരും ഭക്ഷിക്കുന്നത് ഒരു കൂരയുടെ കീഴിലാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരു കൂരയുടെ കീഴിലാണ്. നിങ്ങളെല്ലാം ജീവിക്കുന്നത് ഒരു കൂരയുടെ കീഴിലാണ്. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് ആർഷഭാരത സംസ്കാരം പഠിപ്പിക്കുമ്പോൾ അവിടെ ചില ബന്ധങ്ങൾ പറയുന്നുണ്ട്. ദിവംഗതനായ സുകുമാർ അഴീക്കോട് മാഷിന്റെ സാഹിത്യ ഭാഷയിൽ സുകുമാർ അഴീക്കോട് മാഷ് പറയുന്നത്, ആകാശമെന്ന കുടക്കീഴിൽ അണിനിരക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അപ്പുറം പരസ്പര ബഹുമാനത്തിന്റെ അപ്പനമ്മ സഹോദരൻ സഹോദരി മക്കൾ എന്നുള്ള ബന്ധത്തിന്റെ ഈറ്റില്ലമാണ് ഭൂമി എന്ന് പറയുമ്പോൾ ഇന്നതിന് എന്ത് സംഭവിച്ചു? ലോകോപന തത്വങ്ങളും വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ആറ്റിങ്ങൽ കൊലപാതകം നമ്മളൊക്കെ കണ്ടതാ അല്ലേ? ആറ്റിങ്ങൽ കൊലപാതകം അറിയാത്തവരുണ്ടോ? ലോകത്തിന്റെ ഗതികളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാനുള്ള ചില നിമിഷങ്ങളാണ് ഇതൊക്കെ.
വിവാഹം കഴിച്ച മകളുള്ള ഒരു സ്ത്രീ അവിടെ ഭർത്താവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു, അവളുടെ കുഞ്ഞിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു, അവളുടെ അമ്മായിയമ്മയെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, ഈ ബന്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ജീവിത പങ്കാളിയുണ്ട്, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുണ്ട്, സ്വന്തം ഭർത്താവിന്റെ അമ്മയുണ്ട്. ഈ മൂന്ന് പേരെയും കൊല്ലുവാനായിട്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുമ്പോൾ അവസാനം സ്വന്തം കുഞ്ഞിനെയും അമ്മായി അമ്മയും കൊന്നു. കാരണം എന്താണ്? വിവാഹിതയായ ഈ സ്ത്രീ ഒരു പരപുരുഷ ബന്ധമുണ്ട്. നിനോ മാത്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധത്തിലാണ്, പ്രണയത്തിലാണ്. ഈ പ്രണയത്തിന്റെ ആധിക്യം ചില ബന്ധങ്ങൾ തകർത്തു കളഞ്ഞു. അമ്മ പോലെ, ഭർത്താവ് പോലെ, മകൻ പോലെ, സഹോദരൻ പോലെ സ്നേഹിക്കേണ്ട ബന്ധങ്ങൾ ആടി ഉലയുകയാണ്. നിനോ മാത്യുവിന്റെ, അതായത് ഈ പെൺകുട്ടിയുടെ കാമുകനായ നിനോ മാത്യുവിന്റെ അപ്പൻ അവനൊരു എഴുത്തെഴുതുന്നുണ്ട്. അത് പത്രങ്ങളിൽ നമ്മളെല്ലാം വായിച്ചതാ. ഈ അപ്പൻ എഴുതി, മോനെ, നീ ഒരു ക്രിസ്ത്യാനിയാ, നീ പള്ളിയിൽ പോകണം. 3, നിനക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് എന്ന് നീ മറക്കരുത്, നീ പ്രാർത്ഥിക്കണം. ഒരപ്പൻ മകന്റെ വഴിവിട്ട ജീവിതം കണ്ടിട്ട് മകനോട് പറയുകയാണ്, ഒരു കത്തെഴുതുകയാണ്, നീ ഒരു ക്രിസ്ത്യാനിയാണ്. 2, നിനക്കൊരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, നീ കുടുംബസ്ഥനാണ്, നീ പള്ളിയിൽ പോകണം, നീ പ്രാർത്ഥിക്കണം. ഇതാണ് ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറഞ്ഞ് പത്രങ്ങളിൽ ആഘോഷിച്ചല്ലോ. ഇതാണ് ഈ കേസ് തെളിവാനുണ്ടായ കാരണം. അങ്ങനെ ഈ കത്തൊക്കെ ഈ നിനോ മാത്യുവിന് കിട്ടി. പക്ഷേ ഈ പെൺകൊച്ച് വാട്സാപ്പിലൂടെ അവിടെ വീടിന്റെ ഭാഗങ്ങൾ, പോഷൻ എല്ലാം അയച്ചു കൊടുത്ത് ആ വീടുമായിട്ട് പരിചയമായി. അവസാനം കൊലപാതകം നടന്നു. സമൂഹത്തെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലായിടത്തും ഉണ്ടായി. പക്ഷേ എന്റെ മനസ്സിൽ അങ്കുരിച്ച ഒരു ചിന്ത, ബലഹീനമായ എന്റെ മനസ്സിൽ തോന്നി, ഈ കൊലപാതകമല്ല അവിടെ പ്രശ്നം. ഈ കൊലപാതകത്തെക്കാൾ അപ്പുറം സ്വന്തം രക്തത്തിൽ പിളർന്ന ഈ കുഞ്ഞിന്റെ വികാരമൊന്ന് മനസ്സിലാക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. സ്വന്തം രക്തത്തിൽ പിറന്ന ഈ കുഞ്ഞിന്റെ വികാരം മനസ്സിലാക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. എന്തായിരുന്നു ഈ കുഞ്ഞിന്റെ വികാരം? ഒരു പിഞ്ചു കുഞ്ഞ, ഒരു പക്ഷേ അല്പം അപ്പ അമ്മ എന്നോ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറയുവാൻ പ്രായമുള്ള 3 വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞ്. നിങ്ങളും ചിന്തിച്ചേ, ഇവിടേക്ക് നിങ്ങൾ അമ്മമാരും അപ്പന്മാരുമാണല്ലോ, ഒന്ന് ശാന്തമായി ചിന്തിച്ചേ. ഈ കുഞ്ഞ് അത് അപ്പ അമ്മ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അതിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായപ്പോൾ അതിന്റെ മുഖം ആദ്യം അന്വേഷിച്ചത് അതിന്റെ അമ്മയിലേക്കാ. വാ തുറന്ന് ആദ്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുഞ്ഞ് വിളിച്ചത് അമ്മേന്നായിരിക്കും. അതുമാത്രമല്ല, അതിന്റെ ശരീരത്തിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അതിന്റെ മനസ്സ്, അതിന്റെ കണ്ണ് ഓടിയെത്തുന്നത് സ്വന്തം അമ്മയിലേക്കായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അവസാനം ഈ അമ്മ കൊല്ലുവാൻ കൊലക്കത്തി കയറ്റുമ്പോഴും ഈ കുഞ്ഞിന്റെ ബോധ്യം എന്ന് പറഞ്ഞത്, ഒരു പക്ഷേ എന്റെ അമ്മ എന്റെ അമ്മ എന്റെ അമ്മ എവിടെ എന്നാവും. എന്തോ ഒരു ക്രൂരത! ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ ജീവൻ പോകുമ്പോഴും അത് അന്വേഷിച്ചത് എന്റെ അമ്മ എവിടെ എന്നുള്ളതാണ്. ഇത്രയും കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞത്, ഏത് മനുഷ്യന്റെയും സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവന്റെ അമ്മയിലാണ്, അവന്റെ അപ്പയിലാണ്. അല്ലയോ? നിങ്ങള് മക്കളെ വളർത്തുന്നുണ്ട്, മക്കള് വളർന്നു വരുന്നുണ്ട്. ഇവിടെ പ്രായമായിരിക്കുന്നവരെന്ന് പറഞ്ഞേ, നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞത് നിങ്ങളുടെ കരങ്ങളിലായിരുന്നു. പക്ഷെ ഇന്ന് ഈ കരങ്ങൾ നമ്മുടെ മക്കൾക്ക് വിശ്വാസമല്ല. എന്റെയും നിങ്ങളുടെയും സുരക്ഷിതമായ കരങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് വിശ്വാസമല്ല. 10,000 കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞിനും
സ്വന്തം അപ്പനോടും അമ്മയോടും വിശ്വാസമില്ല. 9ൽ പഠിക്കുന്ന ഒരു മകൻ സ്വന്തം അപ്പനെ നാട്ടുകാരെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ മകൻ പറയുകയാണ്, ഈ വന്ന കാലത്ത് എങ്ങനെ അപ്പന്മാരെ വിശ്വസിക്കും? സ്വന്തം പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളുള്ള ചുറ്റുപാടുകളുള്ള സമൂഹത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ അധ്യായത്തിന്റെ 6ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കാമുകിയായിരിക്കുന്നവൾ ചത്തവളാണ്. ഇന്ന് പ്രണയബന്ധങ്ങളില്ലാത്ത മക്കളുണ്ടോ? പ്രണയബന്ധങ്ങളില്ലാത്ത തലമുറയുണ്ടോ? ബുദ്ധി ഉറച്ചാൽ അന്നേരം പ്രണയമാണ് മക്കൾക്കെല്ലാം. അവിടെ അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, സഹോദരിയില്ല, ബന്ധുക്കളില്ല, ദൈവമില്ല, സഭയില്ല, ശാസ്ത്രമില്ല. അതുകൊണ്ടാ പണ്ട് പറഞ്ഞത്, പ്രേമം മൂത്താൽ അന്ധന. എന്നെ കേൾക്കുന്നവരെ, വ്യക്തമായ ബന്ധങ്ങളോടെ ജീവിക്കുവാൻ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങൾ നിങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ വിവാഹ ഉപദേശയിൽ എഫേസ്യ ലേഖനം വായിച്ചു കേൾക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നവന് ദീർഘായുസ് കിട്ടും. സ്വന്തം അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവൻ ദീർഘായുസുള്ളവനെന്ന് വേദത്തിന്റെ പുസ്തകം സമർത്ഥമായി പഠിപ്പിക്കുമ്പോ ഇതിൽ നിന്നെല്ലാം എങ്ങനെ വിട്ടുമാറി ജീവിക്കുവാൻ നമുക്ക് കഴിയും? ബന്ധങ്ങൾ പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. ബന്ധങ്ങൾ പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ പല കുടുംബങ്ങളും ഇന്ന് ഹേരോദാവിന്റെ കൊട്ടാരം പോലെയാണ്. ഇന്ന് എന്റെ നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞത് ഹേരോദാവിന്റെ കൊട്ടാരം പോലെയാണ്. പക്ഷെ അപ്പോ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ അച്ഛൻ പറയുന്നത്? എങ്ങനെയാണ് എന്റെ വീട് ഒരു ഹേരോദാവിന്റെ കൊട്ടാരമാവുന്നത്? എന്റെ വീട് എങ്ങനെയാണ് ഹേരോദാവിന്റെ കൊട്ടാരമാവുന്നത്? എനിക്ക് നിങ്ങൾക്കും ഒരുപാട് വീട്ടുപേരുകളുണ്ട്, പാരമ്പര്യങ്ങൾ അവകാശപ്പെടാനുണ്ട്. ഞങ്ങൾ സമർത്ഥന്മാരും കേമന്മാരുമാണെന്ന് പൊതുജനത്തോട് വിളിച്ചു പറയാറുണ്ട്. പക്ഷേ അറിഞ്ഞും അറിയാതെയും നമ്മുടെ കുടുംബങ്ങൾ ഹേരോദാവിന്റെ കൊട്ടാരം പോലെ ആയിത്തീരുന്നു എന്നുള്ളത് അറിയണം. എന്താ ഈ ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ പ്രത്യേകത? ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതലും ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗത്തും ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ ഒരു വർണ്ണന നടക്കുന്നുണ്ട്. ഹേരോദാവ് ശക്തനായ ഒരു നാടുവാഴി, ഒരു രാജാവൊക്കെ ആയിരുന്നു. ഹേരോദാവിനുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഹേരോദാവ് സഹോദരനായ ഫിലിപ്പിന്റെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് പോയി. അവിടെ ഹേരോദാവിന്റെ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യ ഹേരോദ്യ അനിയനെ സൽക്കരിച്ചു. അനിയന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരന്റെ സൽക്കാരം, ഭർത്താവിന്റെ സഹോദരൻ സൽക്കാരം ഇഷ്ടപ്പെട്ടു. ഹേരോദ്യയുടെ സൽക്കാരം വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ ഹേരോദാവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എന്റെ കൂടെ പോരണം. അങ്ങനെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് വന്നവനാണ് ആര്? ഹേരോദാവ്. ചുമ്മാതെ ചുറ്റുപാടിൽ നിന്ന് കണ്ണോടിച്ചേ, നമ്മുടെ സാഹചര്യങ്ങളിലേക്കൊന്ന് ചുമ്മാ നോക്കിക്കേ. എത്രയോ ഇടങ്ങളിൽ ഇങ്ങനെ അസ്വാഭാവികമായ, അസംബന്ധമായ, ഒരിക്കലും ശാശ്വതമല്ലാത്ത, നീതിക്ക് നിരക്കാത്ത ജീവിത ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സ്വന്തം സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി മാറ്റിയ ഹേരോദാവിനെ പോലെയുള്ള ഹേരോദാക്കൾ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട്. അതിന് ഞാനും നിങ്ങളും സാക്ഷികളാണ് എന്നുള്ളത് അറിയുക. ഇനിയും വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും ചില രഹസ്യ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, മനസ്സിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ചില ക്രൂരകരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ ഇന്നിന്റെ ചുറ്റുപാടിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഹേരോദാവിന്റെ ആദ്യ പ്രത്യേകത.
ഹെരോദാവ് അങ്ങനെ ഹെരോദ്യായെ മായി കൊട്ടാരത്തിലേക്ക് വന്നു. രണ്ടാമത് ഒരു വലിയ വിരുന്ന് അവിടെ നടത്തുകയാണ്. ഒരു വലിയ വിരുന്ന് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നടത്തപ്പെടുമ്പോൾ അവിടെ വിളമ്പുന്നത് മദ്യമാണ്. അവിടുത്തെ ധൂർത്ത് എന്ന് പറയുന്നത് മദ്യമാണ്. മദ്യം മാത്രമല്ല, ഹെരോദ്യായുടെ മകളായ ശലോമിയുടെ നൃത്തവും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയിൽ, കുടുംബ ബന്ധങ്ങളിൽ പവിത്രമായ ചില കൂദാശകൾക്കും പവിത്രമായ ചില ആരാധനകൾക്കും ഞാനും നിങ്ങളും ഒരുങ്ങുമ്പോൾ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരപജയമാണ് ഹെരോദാവിന്റെ കൊട്ടാരത്തിലെ മദ്യസേവ. ഇതേ സേവ ഇന്ന് എന്റെ നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്നുണ്ട്. ഈ നോമ്പിന് മുമ്പ് ഒരു വിവാഹ വീട്ടിൽ പിറ്റേ ദിവസം ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് മടങ്ങി പോകാൻ ഒരുങ്ങുമ്പോൾ ആ ഭവനത്തിന്റെ പറമ്പിൽ ഒരു വെട്ടം കണ്ടു. എന്റെ കൂടെ വന്ന ആളോട് ഞാൻ ചോദിച്ചു, എന്താ അവിടെ ഇത്രയും ബഹളം? എന്റെ ധാരണ പഴയ സംസ്കാരം പോലെ വല്ല ആടിനെയോ മാടിനെ വല്ലതും അറക്കുകയാണ് എന്നായിരുന്നു എന്റെ ബോധ്യം. പക്ഷേ അല്ല, അവിടെ ലിക്വർ വിളമ്പാൻ വേണ്ടി ഒരു പ്രത്യേക ക്യാബിൻ തയ്യാറാക്കിയിരിക്കുക. അവിടെ മദ്യത്തിന്റെ സേവയാ. പിറ്റേ ദിവസം കാർമികൻ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥനയോടെ യോജിപ്പിക്കാൻ പോവുകയാ. ഇവർ രണ്ടല്ല, ഒന്നാണ്. പരിശുദ്ധ ഏവൻഗേലിയോൻ, പരിശുദ്ധ സ്ലീബ, പരിശുദ്ധ ബലിപീഠം, പരിശുദ്ധ പൗരോഹിത്യം, പരിശുദ്ധമായ ദേവാലയം, ഇതിനെല്ലാം സാക്ഷിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ സംയോജിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ പിൻവശം നടക്കുന്നത് ഇപ്രകാരമുള്ള മദ്യസേവകളാ. പ്രിയപ്പെട്ടവരെ, തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തമ്പുരാന്റെ നീതിയെ പറ്റി പറയുന്നത് നീതിമാന്മാരെയും നീതികെട്ടവരെയും ഒരുപോലെ ന്യായം വിധിക്കും. ന്യായം വിധിച്ചിട്ട് പതിരും കതിരും മാറ്റി പതിരിനെ തീയിലിടും. എന്നിട്ട് പറയുകയാണ്, ഇതാ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവടുകൾക്ക് കോടാലി വച്ചിരിക്കുന്നു. ഇതാ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവടുകൾക്ക് കോടാലി വച്ചിരിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ അരുതാത്ത ബന്ധങ്ങളിലേക്ക്, അരുതാത്ത ജീവിത ശൈലികളിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെട്ടു പോകരുതേ പ്രിയപ്പെട്ടവരെ. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ രണ്ടാമത് സംഭവിക്കുന്ന അപജയം എന്ന് പറഞ്ഞത് മദ്യത്തിന്റെ ആസക്തിയാണ്, തിന്മയുടെ ആസക്തിയാണ്, ലഹരിയുടെ ആസക്തിയാണ്. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇല്ലയോ? ഒരുമിച്ച് മദ്യപിക്കുന്ന ഭാര്യ ഭർത്താവുമുണ്ട്, പക്ഷേ ഒരുമിച്ച് പ്രാർത്ഥിക്കത്തില്ല. എന്താ പ്രത്യേകത? പാശ്ചാത്യരുടെ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റമാ. പാശ്ചാത്യരുടെ സംസ്കാരങ്ങൾ കടന്നു കയറുമ്പോൾ സജീവമായി കൊണ്ടിരിക്കേണ്ടുന്ന ജീവിത ബന്ധങ്ങൾ നശിപ്പിച്ച് ലോകത്തിന്റെ പുറകെ മനുഷ്യനോടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലവാരം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം അറിയണം. മൂന്നാമത്, ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ സംഭവിക്കുന്നത് കൊലപാതകമാണ്. അല്ലെങ്കിൽ ചില പ്രോമിസുകൾ, ചില സത്യത്തിന്റെ ലംഘനങ്ങളാണ്. അല്ലെങ്കിൽ ചില സത്യങ്ങൾ തിന്മയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹെരോദ്യ ശലോമിക്ക് ആവശ്യമായ പ്രബോധനം നൽകി. നീ ഇന്ന് ഈ വലിയ സദസ്സിൽ വെച്ച് നീ ഡാൻസ് ചെയ്യണം, നൃത്തം ചെയ്യണം. ആ നൃത്തത്തിൽ സന്തുഷ്ടനായിട്ട് ഹെരോദാവ് ചോദിച്ചു, നിനക്ക് എന്തു വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. അങ്ങനെ ഹെരോദാവിനോട് ആവശ്യപ്പെട്ടു, ശലോമി, എനിക്ക് വേണ്ടത് യോഹന്നാന്റെ ശിരസാണ്. ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെ വായിക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ അതൊന്ന് ചിന്തിച്ചു നോക്കണം. വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. ഹെരോദിയയുടെ നിർബന്ധപ്രകാരം ശലോമി പറഞ്ഞു, എനിക്ക് യോഹന്നാന്റെ തല വേണം എന്ന് പറഞ്ഞപ്പോൾ ഹെരോദാവ് പേടിച്ചു. ഹെരോദാവ് പറയുകയാണ്, ആ മനുഷ്യൻ നിഷ്കളങ്കനും നീതിമാനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ മനുഷ്യൻ നിഷ്കളങ്കനാണ്, നീതിമാനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷേ അവിടെ വലുത് ഞാൻ ചെയ്ത സത്യമാണ്. നീതിമാനും നിഷ്കളങ്കനുമാണെന്നുള്ള ബോധ്യം ഹെരോദാവിനെ ഭരിക്കുമ്പോൾ
ഹേരോദാവ് പറയുന്നത് ബാഹ്യമായി പ്രകടിപ്പിക്കുകയാണ്. എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്റെ പ്രോമിസ്, ഞാൻ ചെയ്ത സത്യം മാത്രമാണ്, എന്തു വേണമെങ്കിലും തരാം. ഇതാണ് നമ്മുടെ ബന്ധങ്ങൾ തകരുവാൻ മറ്റൊരു കാരണം. മനസ്സുകൊണ്ട് സത്യം അറിയാമെങ്കിൽ പോലും താൽക്കാലികമായ നിലനിൽപ്പിന് നാം പറഞ്ഞ കാര്യങ്ങളിൽ നിലനിൽക്കും. മനസ്സുകൊണ്ട് നല്ല ബോധ്യമുണ്ട്, ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ പ്രകടനമെന്ന് പറയുന്നത് ശരിയാണ് എന്നുള്ള ചില മുഖം മൂടികളുടെ സ്വഭാവം നമ്മിലുണ്ട്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ബലഹീനമായ ബോധ്യം. ചില അസത്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനുള്ള പ്രവണത എനിക്ക് നിങ്ങൾക്കുമുണ്ട്. സത്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം, പക്ഷേ അസത്യങ്ങളുടെ പുറകെ പോകുന്ന ജീവിതങ്ങൾ, അതും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ശുദ്ധീകരണത്തിന് കാരണമായി തീരുന്നു. ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾ എന്നുള്ള കുടുംബ ബന്ധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്ന ആഗോള കുടുംബം. സാഹിത്യകാരനായ സുകുമാരൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ലോകം ഈ വലിയ ആകാശമെന്ന കുടക്കീഴിൽ ഒരു കുടുംബം പോലെ ആയിരിക്കുന്നു. ആ കുടുംബ വ്യവസ്ഥിതി ഒന്ന് മനസ്സിലാക്കുക. അവസാനം തന്റെ പ്രോമിസ് നിറവേറുവാനായിട്ട് ഹെരോദാവ് യോഹന്നാന്റെ ശിരസ് ഛേദിച്ചു, യോഹന്നാനെ കൊന്നു. ഒരു കൊലപാതകം നടന്നു. ഇന്നത്തെ കുടുംബത്തിൽ കൊലപാതകങ്ങളുണ്ടോ? ഉണ്ടോ? ഇന്നത്തെ കുടുംബത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സത്യം, നഗ്നമായ സത്യം എന്ന് പറഞ്ഞത് ഉണ്ട്. ദൂരെ എങ്ങും പോകണ്ട. ഇവിടെ ചെങ്ങന്നൂര് കണ്ടു, സ്വന്തം പിതാവിനെ വെടിവെച്ച് കൊന്നിട്ട് 4 കഷ്ണങ്ങളാക്കി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച മകൻ. തൃശ്ശൂരിനടുത്ത് ഒരു സ്ത്രീയെ കൊന്നിട്ട്, കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം ഭർത്താവും 3 മക്കളും ചേർന്ന് ഈ സ്ത്രീയെ കൊന്നു. ഇന്നലത്തെ പത്രത്തിൽ കണ്ടു, ഒരു ഗൃഹനാഥൻ വീട്ടിൽ സഹായിയാൻ നിൽക്കുന്ന വീട്ടുകാരനെ, ജോലിക്കാരനെ തലേദിവസം വൈകിട്ട് കൊന്നിട്ട്, കോടാലി കൊണ്ട് അടിച്ചു കൊന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പല കഷ്ണങ്ങളാക്കി കിണറ്റിലിട്ടു. ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതാ. ബാംഗ്ലൂരിൽ 2 ആഴ്ച മുമ്പ് ഒരു പെൺകുട്ടി അവന്റെ കാമുകനോട് സംശയം തോന്നിയിട്ട് അവൾക്ക് സഹിക്കാനാവാതെ സൾഫ്യൂറിക് ആസിഡ് മേടിച്ചു വെച്ച് മാസങ്ങളോളം ഈ ശരീരം ഇങ്ങനെ ആസിഡൊഴിച്ച് ജീർണിപ്പിച്ചുകൊണ്ടിരുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞു കേട്ടു, സ്വന്തം അമ്മ സ്വന്തം മകളെയും സ്വന്തം അമ്മാവി അമ്മയും കൊല്ലുന്നു. എന്താ ഈ ലോകത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത്? ജിഷ വധക്കേസ് നമ്മളൊക്കെ വായിച്ചതാ. ജിഷ വധക്കേസിൽ ഒരു സ്ത്രീയുടെ നഗ്നഭാഗങ്ങൾ പോലും പരസ്യപ്പെടുത്തി മുറിവേൽപ്പിക്കുവാൻ മാത്രം ക്രൂരനായ മനുഷ്യൻ അല്ലേ? ഇതെല്ലാം നേർക്കാഴ്ചകളാ. ഇതെല്ലാം ഇങ്ങനെ മുൻപിൽ കണ്ടുകൊണ്ടിരുന്നിട്ടും നാളെയും നമ്മൾ ചെയ്യുന്ന എന്താ? ഇതുതന്നെ. വേദപുസ്തകമുണ്ട്, ഖുറാനുണ്ട്, ഭഗവത്ഗീതയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും പ്രസംഗിക്കുന്നവരുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആത്യന്തികമായി ഇതിനൊന്നും ഒരു സ്ഥാനവും ആരും കൊടുക്കുന്നില്ല. ആത്യന്തികമായി ഈ മത പഠിതങ്ങൾക്ക് യാതൊരു ബോധ്യവും ആരും നൽകുന്നില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സത്യം വേണം, നീതി വേണം, ധാർമ്മികത വേണം, അഹിംസ വേണം. ഇതെല്ലാമാണ് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതോ ഹിംസയാണ്,
അധാർമികതയാണ്, അസത്യമാണ്. എന്താ ഇതിന് കാരണം? പ്രിയപ്പെട്ടവരെ, ഹേരോദാവിന്റെ കൊട്ടാരമാകുന്ന കുടുംബത്തിൽ, ഹേരോദാവിന്റെ കുടുംബത്തിൽ സംഭവിച്ച കൊലപാതകം, അത് യോഹന്നാന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ജീസസ് എന്ന് പറയുന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടവരാ. ഈ സിനിമയുടെ നിർമ്മിതാവ് മനോഹരമായ ഒരു ചിത്രീകരണം ഇതിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്നറിയുകയില്ല. ഹേരോദാവിന്റെ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിൽ ഒരുപാട് അതിഥികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവിടെ ശലോമി നൃത്തം ചെയ്യുന്നു. യോഹന്നാന്റെ തല ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ പോയി യോഹന്നാനെ പിടിച്ചുകെട്ടി യോഹന്നാന്റെ കഴുത്തറുത്തുകൊണ്ട് വരുന്നു. കുറെ ശിഷ്യന്മാര് യോഹന്നാന്റെ ശരീരം സംസ്കരിക്കാനും കൊണ്ടുപോകുന്നു. ചിത്രീകരണത്തിന്റെ മനോഹാരിത ഇവിടെയാണ്. യോഹന്നാന്റെ ശിരസ് താരത്തിൽ വെട്ടിക്കൊണ്ടുവന്ന് ഹേരോദാവിന്റെ മുന്നിൽ ശലോമി കാണെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നിർമ്മിതാവ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കാര്യം, ശരീരമില്ലാത്ത, ഉടലില്ലാത്ത യോഹന്നാന്റെ ശിരസ് താഴത്തിലിരുന്നു കൊണ്ട് കണ്ണു തുറക്കുന്നു. ഒന്ന് പോയി കാണു, നല്ലതായിരിക്കും. ആദ്യം എനിക്ക് ഒരു വിരോധാഭാസമാണ് തോന്നി. എങ്ങനെയാണ് ചത്ത ശവം, ഒരു മരിച്ചൊരാളുടെ തല കണ്ണൂർന്ന് നോക്കുന്നത്? പക്ഷെ പിന്നെ ഈ ജീവിതം കൊണ്ട് മനസ്സിലാക്കി, വേദപുസ്തകം കൊണ്ട് മനസ്സിലാക്കി, ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമായിരിക്കുമ്പോൾ മൃഗത്തിന്റെ ജീവിത ശൈലികൾ വന്നു ചേർന്നാൽ അവസാനം ശവശരീരങ്ങൾ പോലും എന്റെ നിങ്ങളുടെ ജീവിതങ്ങളെ നോക്കും. അതോർത്തോണം. ശവശരീരങ്ങൾ പോലും കണ്ണു തുറന്ന് ലജ്ജയോടെ എന്നെ നിങ്ങളെ നോക്കും. അതിന്റെ കാലം അതിക്രമിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, അതുടനെ സംഭവിക്കും. ശവം പോലും നിന്ദിക്കും. ജീവനുള്ള ശവമേ എന്ന് എന്നെ നിങ്ങളെ വിളിക്കും. അതാണ് ഇന്നിന്റെ സമൂഹത്തിന്റെ ഈ അതിക്രമങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ജീവിതത്തിന്റെ മറ്റൊരു തലം. പ്രിയപ്പെട്ടവരെ, മൂത്തവനെ ഭർസിക്കാതെ അപ്പനെ പോലെ സ്നേഹിക്കാൻ കഴിയണം. ഇളയവരെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുവാൻ കഴിയണം. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിന്റെ ശൈലി എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കുവാൻ ഈ ദിവസങ്ങൾ കഴിയണം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിത മുഖാന്തരം കഴിയണം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം എനിക്ക് വളരെ ചിന്തയായിട്ട് തോന്നിയൊരു വാക്യമാണ്. സഭാപ്രസംഗി 7:29. അവിടെ പറയുകയാണ്, ഞാനൊരു കാര്യം കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുന്നു. ഇത്ര വ്യക്തതയോടുകൂടിയ സഭാപ്രസംഗി പറയുന്നത്, ഞാനൊരു കാര്യം കണ്ടിരിക്കുന്നു. കണ്ട കാര്യം എന്താണ്? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ മനുഷ്യനോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് വരുന്നു. മനുഷ്യൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ഈ സൂത്രങ്ങളെ അന്വേഷിച്ചു പോകുന്നതുകൊണ്ടാണ്, ഈ കുബുദ്ധികളെയും കുതന്ത്രങ്ങളെയും അന്വേഷിച്ചു പോകുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ അരുതാത്ത കാര്യങ്ങളിൽ ബന്ധങ്ങൾക്ക് വില നൽകാതെ, ഞാനും നിങ്ങളും നമ്മിൽ തന്നെ സ്വസ്ഥരാകാതെ അസ്വസ്ഥമായ ജീവിതങ്ങളെ കാഴ്ചവെക്കുന്നത്. ഒന്ന്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഒരു കുടുംബത്തിന്റെ സംഭവമുണ്ട്. അറിയാമോ? ആഹാബും ഇസബേലും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ 25-ാമത്തെ ഒരു വാക്യമുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഒരു കുടുംബത്തിന്റെ അവസ്ഥ പറയുകയാണ്. എന്നാൽ യഹോവയ്ക്ക്
അനിഷ്ടമാള് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചു. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമുള്ള ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായിട്ട് ഉത്സാഹിപ്പിച്ചു. എന്തായിരുന്നു ആഹാബിന്റെയും ഇസബേലിന്റെയും ജീവിതം? നല്ല കുടുംബമായിരുന്നോ? ആയിരുന്നോ? ഈ വാക്യം കേട്ടാൽ ആഹാബിന്റെയും ഇസബേലിന്റെയും ജീവിതം പറഞ്ഞത് ദൈവത്തിന്റെ മുൻപാകെ വിറ്റു കളഞ്ഞവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ മുൻപാകെ വിറ്റു കളഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ നഷ്ടകഥകൾ, യാതൊരു ബന്ധമില്ലാത്ത ഒരുവനുമായി ചില ഇടപാടുകൾ സംഭവിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്ന അപജയങ്ങൾ ആഹാബിനെയും ഇസബേലിനെയും കൊണ്ടുവന്ന് എത്തിക്കുന്നത് വിറ്റു കളഞ്ഞവൻ എന്ന് പറഞ്ഞുകൊണ്ടാ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെയും പറ്റി പറയും, ശുഭോച്ച നീ വിറ്റ് കളഞ്ഞവനാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പറ്റി പറയും. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതെന്റെ കാര്യമല്ലല്ലോ, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിമാറാൻ പറ്റും. പക്ഷേ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ വിറ്റ് കളഞ്ഞവരാണ്. ആഹാബിന്റെ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വന്ന ആഹാബ് പ്രബലനായ രാജാവ്, ശക്തനായ പവർഫുൾ കിങ്, ഓമ്രിയുടെ പുത്രൻ, ആനക്കൊമ്പുകൾ കൊണ്ട് കൊട്ടാരമുള്ളവൻ, സമ്പന്നൻ, കാലാൾപ്പടയിൽ കുതിരപ്പടയിൽ അംഗബലം കൊണ്ട് ബലവാൻ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, പുറജാതിക്കാരി വിവാഹം കഴിക്കരുത്. വാണിജ്യ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുവാൻ പുറജാതിക്കാരിയ ഇസബേലിനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് എന്തു പറ്റി? ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വിഗ്രഹങ്ങളുടെ ബാലിനും അശേര പ്രതിഷ്ഠകൾക്കും ആരാധന തുടങ്ങി. ബാലിനും അശേര പ്രതിഷ്ഠകൾക്കും ആരാധന ആരംഭിച്ചു. തമ്പുരാന്റെ കൽപ്പനയുണ്ട്, സ്വർഗത്തിന് മുകളിലും ഭൂമിക്ക് താഴെയും യാതൊന്നിനെയും വിഗ്രഹങ്ങൾ നീ ഉണ്ടാക്കി നമസ്കരിക്കരുത്. സ്വർഗത്തിന് താഴെയും ഭൂമിക്ക് മേളിലും യാതൊന്നിനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നമസ്കരിക്കരുതെന്ന് തമ്പുരാൻ നിശിതമായി വിമർശിച്ചിരിക്കുമ്പോൾ, പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. എന്തു സംഭവിച്ചു? അങ്ങനെ ജീവിച്ചു വന്നപ്പോ ഇത്രയും സമ്പന്നനായ ഈ ആഹാബ് രാജാവിന്റെ ചിന്ത എന്ന് പറഞ്ഞത് തന്റെ കൊട്ടാരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ മുന്തിരിത്തോട്ടം വേണം. ഞാൻ പറഞ്ഞല്ലോ, ആനക്കൊമ്പുകൾ കൊണ്ട് തീർത്ത പഴയ നിയമ പുസ്തകത്തിൽ പറയുന്ന ഏക രാജാവാണ് ആഹാബ് രാജാവ്. പക്ഷേ ഇത്രയും സമ്പന്നനായ രാജാവിന് നിസ്സാരം ഒരേക്കർ മുന്തിരിത്തോട്ടം വേണം. വാങ്ങി അവിടെ ചീരത്തോട്ടം വെക്കണം. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടമാണത്. അവസാനം രാജാവ് ചോദിച്ചു, ഈ മുന്തിരിത്തോട്ടം ഇങ്ങിതാ. അവൻ പറഞ്ഞു, എന്റെ അപ്പൂപ്പന്മാരായിട്ടുള്ള സമ്പാദ്യമാ, തരത്തില്ല. രാജാവ് വിഷമിച്ചിരിക്കുക. ഭാര്യ വന്നു പറഞ്ഞു, രാജാവ് വിഷമിച്ചിരിക്കുക. ഭാര്യ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ ഈ മുന്തിരിത്തോട്ടം ആഗ്രഹിച്ചു, എനിക്ക് കിട്ടിയില്ല. ഈ അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ഭാര്യ പറയുക, നിങ്ങൾ ഒരു രാജാവല്ലയോ? നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നവനല്ലയോ? അവസാനം കുബുദ്ധി പറഞ്ഞു കൊടുത്തു. നാട്ടുകൂട്ടം വിളിച്ചു വരുത്തി 10 പേരെ എതിരെ മല്ലന്മാരെ ഇരുത്തിയിട്ട് അവൻ ദൈവദൂഷണം പറഞ്ഞു, രാജ്യദ്രോഹം പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ കല്ലെറിയിച്ച് കൊല്ലണം. അങ്ങനെ ഇസ്രായേലിനായ നാബോത്തിനെ കല്ലെറിയിച്ച് കൊന്നു. കുടുംബത്തിന്റെ വ്യവസ്ഥയിൽ ചില കൊലപാതക സങ്കല്പങ്ങൾ വളർന്നു വന്നപ്പോൾ, ജീവിത ബന്ധങ്ങളിൽ ചില വിരക്തികൾ കടന്നു വന്നപ്പോൾ, ജീവിത ബന്ധങ്ങളിൽ ചില നഷ്ടത്തിന്റെ പാഠങ്ങൾ പഠിക്കുവാൻ അഭ്യസിപ്പിച്ചപ്പോൾ, തമ്പുരാന്റെ കോപത്തിന്റെ മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ മനുഷ്യന് കഴിഞ്ഞില്ല. ആഹാബിനും ഇസബേലിനും നാബോത്തുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിന്റെ കണ്ണിൽ ഇതെല്ലാം ബന്ധങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് സമർത്ഥിക്കുമ്പോൾ, സഹോദരനെ പോലെ, അമ്മയെ പോലെ, സഹോദരിയെ പോലെ, അപ്പനെ പോലെ സ്നേഹിക്കണമെന്ന് സമർത്ഥിക്കുമ്പോൾ, ദൈവ സൃഷ്ടിയിൽ ആഹാബും
ഇസബേലും നാബോത്തും ബന്ധക്കാരാ, ബന്ധുത്വമുള്ളവരാ. അവസാനം സംഭവിച്ചത് ഇതാണ്. നാബോത്തിനെ കൊന്നുകളഞ്ഞപ്പോ തമ്പുരാന്റെ കോപമിറങ്ങിയിട്ട് പറഞ്ഞു, നിഷ്കളങ്കനും നിർദോഷിയുമായ നാബോത്തിന്റെ രക്തം നായ്ക്കൾ എവിടെ വെച്ച് നിൽക്കുകയോ, ആഹാബേ, നിന്റെ രക്തവും നായ്ക്കൾ അവിടെ വെച്ച് നക്കിക്കളയും. നിന്റെ ഭാര്യയായ ഇസബേലിന്റെ രക്തം ഇസ്രായേൽ കോട്ടയ്ക്കകത്ത് വെച്ച് നക്കിക്കളയും. നിന്റെ സന്തതി വയലിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും അവിടെ വെച്ച് നക്കിക്കളയും. സ്നേഹിതരെ, ബഹുമാന്യരെ, എന്താണ് നമ്മുടെ ജീവിതങ്ങൾക്ക് സംഭവിക്കുക? വേദത്തിന്റെ പ്രമാണം ശക്തമായി വിരൽ ചൂണ്ടുന്നു. വേദത്തിന്റെ പ്രമാണങ്ങൾ പറയുന്നു, തെറ്റെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രണയിക്കുന്നത് തെറ്റിനെ മാത്രമാ. എന്തുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരിയെ പ്രണയിച്ചുകൂടാ? മനുഷ്യന്റെ പ്രണയം എന്ന് പറഞ്ഞത് അത് തെറ്റിലേക്കാണ്. ONV കുറുപ്പ് നമുക്കറിയാം. ONV കുറുപ്പിന്റെ സുന്ദരമായ ഒരു കവിതയിൽ അദ്ദേഹം പറയുകയാണ്, മനുഷ്യനെ പറ്റി ഇത്രയും അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം, അസ്ഥികൾക്ക് നോവാതിരിക്കുവാൻ മാംസങ്ങളെയും നിർമ്മിച്ചു തന്ന ദൈവം, അങ്ങനെയെങ്കിൽ ഈ മനുഷ്യ നീ സതീർത്ഥ്യരെ എങ്ങനെ വേദനിപ്പിക്കും? ഒരു ശ്ലോകം ഈ അടുത്ത സമയം വായിച്ചു. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വ്യഥ. ഇതാ ലോകത്തിന്റെ പ്രശ്നം. കൂടെയല്ല ജനിക്കുന്നത്, കൂടെയല്ല മരിക്കുന്നത്, മധ്യേ ഇങ്ങനെ കാണുന്ന സമയത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വെറുതെ. ഈ മത്സര ബുദ്ധിയാണ് നമ്മുടെ ബന്ധങ്ങൾ തകരുന്നത്, നമ്മുടെ ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഞാൻ കണ്ട കുടുംബത്തിൽ ഏറ്റവും നല്ല കുടുംബം സ്മര്യ സ്ത്രീയായ പരിശുദ്ധ അമ്മയുടെയും യോസഫിൻ്റെതുമാണ്. എന്ത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാമായിരുന്നു! വൈകാരികമായ തലങ്ങളിൽ, ബുദ്ധിപരമായ തലങ്ങളിൽ, ശാരീരിക ഘടനയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകാമായിരുന്നു. യോസഫ് നല്ല ചെറുപ്പക്കാരൻ, കന്യകമറിയാം ഒരു പെൺകുട്ടി ആണോ? ഒരു ചെറുപ്പക്കാരൻ, ഒരു പെൺകുട്ടി. ലോകത്തിന് അറിവ് കൂടുതലുണ്ട് യോസഫിന്. അമ്മയ്ക്ക് ദൈവത്തെ പറ്റി അറിവ് മാത്രമേ ഉള്ളൂ, ഈ പെൺകുട്ടിക്ക് ദൈവത്തെ പറ്റി അറിവ് മാത്രമേ ഉള്ളൂ. 2, വിവാഹം നിശ്ചയിക്കപ്പെട്ടു. വിവാഹത്തിന്റെ നിശ്ചയം ആയിക്കഴിഞ്ഞു. പിന്നെ യോസഫ് പറയുന്നത് തനിക്ക് നിശ്ചയിക്കപ്പെട്ട ഈ പെൺകുട്ടി ഗർഭിണിയാണ്. ചുമ്മാ ചിന്തിച്ചേ, നമ്മൾ എന്ത് ചെയ്യും? ബന്ധമൊഴിയും. ബന്ധമൊഴിയുക മാത്രമല്ല 10 കിംവദന്തി നമ്മൾ തന്നെ പറയും, അല്ലേ? 10 ആരോപണങ്ങൾ നമ്മൾ തന്നെ പുറത്തിറക്കും. അതങ്ങനെയായിരുന്നു, അതിങ്ങനെയാണ്. ഇനിയും ആ ഒരു പെൺകൊച്ചിന് ഒരു വിവാഹാലോചന വന്നാൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ തടസ്സപ്പെടുത്തി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നശിപ്പിച്ചു കളയും. ശരിയോ തെറ്റോ? അത് ഞാൻ തന്നെയല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഇഷ്ടമില്ലാത്ത എന്ത് കണ്ടാലും എന്ത് പറഞ്ഞാലും അത് നശിപ്പിക്കണമെന്നുള്ളത് നമ്മുടെ പ്രത്യേകതയാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരന് തമ്പുരാൻ അരുളപ്പാട് കൊടുത്തു, നീ വിഷമിക്കണ്ട കുഞ്ഞേ, ഈ പെങ്കൊച്ച് പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായത്. നമ്മൾ പറഞ്ഞേനെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്റെ സാറേ, ഇത് അസംഭവമായ കാര്യമാ, എനിക്ക് പറ്റത്തില്ല. പക്ഷേ യോസഫ് വികാരത്തിന്റെ അപ്പുറം വിവേകത്തോടെ ചിന്തിച്ച് കന്യകമറിയാമിനെ സ്വീകരിച്ചു, കന്യകമറിയാമിനെ ഒപ്പം കൂട്ടി. അതുകൊണ്ട് നിശബ്ദനായ വിശുദ്ധനെന്നും വിശുദ്ധിയുടെ പടവുകൾ ചാണ്ടുന്ന ക്രിസ്തുവിന്റെ അപ്പനെന്നും വിളി യോസഫിന് ഉണ്ടായി. ഇതാണ് ബന്ധം. ബന്ധമെന്ന് പറഞ്ഞത് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാനുള്ള മാർഗമാണ്. ക്രിസ്തുവിലേക്ക്
കന്യകമറിയാമിലൂടെ കടന്ന് യോസഫിലൂടെ ജീവിച്ച് ക്രിസ്തുവിലേക്ക് എത്തുവാനുള്ള വഴിയാണ് ബന്ധമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ബന്ധങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ്? ആധുനിക സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾ മനസാക്ഷിയെ മരവിച്ചു കളയുമ്പോൾ, സ്വന്തം വീടിനകത്ത് 2 പാത്രങ്ങളിൽ ഭക്ഷണം വെക്കുന്ന അപ്പനും അമ്മയില്ലയോ? മരുമകളോടും മകനോടും ഭാര്യയോടും ജീവിത പങ്കാളിയോടും മക്കളോടും മോശമായി പെരുമാറുന്ന ഒരു ജീവിതമില്ലയോ? ഈ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മരുമകൾ വേദനയോട് പറഞ്ഞു, എന്റെ അമ്മായി അപ്പന്റെ വീട്ടിൽ എനിക്ക് താമസിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്, മനുഷ്യൻ ഒരിക്കലും പുറത്തു പറയുവാൻ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞുവെന്ന് എനിക്കറിയുകയില്ല. ഈ അടുത്ത സമയത്ത് പാലായിൽ ഒരു പ്രശസ്തമായ ഒരു സ്കൂളിൽ 2 ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛൻ വേദനയോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മറക്കാൻ കഴിയുകയില്ല. സുന്ദരനായ 17 വയസ്സുകാരനായ ഒരു പൈതലിന്റെ, ഒരു കുഞ്ഞിന്റെ ഫോട്ടോ അവിടെ നോട്ടീസ് ബോർഡിലുണ്ട്. 17 വയസ്സുകാരൻ, ആദരാഞ്ജലികൾ. ഞാൻ ചോദിച്ചു, എങ്ങനെ മരിച്ചു? അമ്മ കൊന്നു. എങ്ങനെയാ അമ്മ കൊന്നത്? അപ്പോൾ പറഞ്ഞു, ഒരു മകൻ ഒരിക്കലും ഒരമ്മയെ കാണേണ്ട രീതിയിലല്ല കണ്ടത്. അങ്ങനെ കണ്ടു, അമ്മ മകനെ കൊന്നു, അമ്മയും ആത്മഹത്യ ചെയ്തു. നമ്മുടെ ബന്ധങ്ങൾക്ക് സംഭവിക്കുന്ന ശിഥിലീകരണം, നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് നന്നാവണം. ഇതിനാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, എനിക്ക് നിങ്ങൾക്കൊരു സത്യ കുംഭസാരം ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്കും കുംഭസാരമില്ല, പാപത്തിന്റെ ബോധമില്ല, അനുതാപമില്ല. രഹസ്യ ജീവിതം മ്ലേച്ഛതയാ, പരസ്യ ജീവിതം ദുഷിപ്പ. ഒന്നിലും സ്വസ്ഥനല്ല ഞാനും നിങ്ങളും. ആയതിനാൽ വിശുദ്ധമായ ഒരു ജീവിതങ്ങളിലൂടെ നടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. കേവല ബന്ധങ്ങളെക്കാൾ ഉപരി സർവ്വലോകവും എന്റെ സഹോദരനും സഹോദരിയുമാണ് എന്നുള്ള ബോധ്യതയോടെ ജീവിക്കുവാൻ കഴിയുമ്പോൾ, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രബോധനം, മൂർത്തവനെ ഭർഷിക്കാതെ ഞാൻ അപ്പനെ പോലെയും ഇളയവനെ സഹോദരങ്ങളെ പോലെയും മൂത്ത സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയണം എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. അപ്പോസ്തലനായ പൗലോസ് 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്ന പോലെ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, പരിശുദ്ധനായ പരിമല പുണ്യവാന്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.